ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ സൺഡേ അവധിയായിരുന്നല്ലോ എല്ലാവർക്കും. അപ്പം രാവിലെ നല്ല നാടൻ കപ്പ പുഴുങ്ങിയതും മുളകിട്ട് വറ്റിച്ച മീൻ കറിയും നല്ല ചുട്ടെടുത്ത വറ്റൽ മുളകിൻ്റെ ചമ്മന്തിയും നല്ല അടിപൊളി കോമ്പിനേഷനായിരുന്നു. ഇതിൻ്റെ കൂടെ നല്ല കട്ടൻ ചായയും കൂടെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി. മീൻ നമ്മുടെ കരിമീൻ്റെ സെയിം മോഡലിരിക്കുന്ന സിലോപ്പി ആയിരുന്നു. അതുപോലെ തന്നെ വറ്റൽമുളക് ചുട്ടെടുത്ത് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പുളിയും എല്ലാം കൂടെ ചതച്ചെടുത്ത ചമ്മന്തിയും നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കാം. കൂടാതെ ഉച്ചയ്ക്ക് നല്ലൊരു നാടൻ ലഞ്ച് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പൊതിച്ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചു. ഒരുപാട് കറികളോ ഒരുപാട് വെറൈറ്റി ഒന്നുമില്ല, എന്നാലും ഉള്ളത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പൊതിച്ചോറ് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കാണിക്കാം. ഞങ്ങൾ 4 പേരുണ്ട്, ഞാനും ഹസ്ബൻഡും 2 മക്കളും. അപ്പം 4 പേർക്കും കൂടെ അത്യാവശ്യം വലിയൊരു ഇലയിൽ തന്നെ അത്യാവശ്യം അളവിൽ ചോറെടുക്കുന്നുണ്ട്. നല്ല ചൂട് ചോറ്, മട്ടയരി ചോറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല ആവി പറക്കുന്ന ചോറ് എടുത്തിട്ട് നമ്മൾ പൊതി കെട്ടി വെച്ച് കഴിയുമ്പോഴാണ് അതിന് നല്ലൊരു സ്മെല്ലും കറികളുടെ ഇതിൻ്റെയൊക്കെ പ്രത്യേക ഒരു ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പത്തനംതിട്ട സൈഡിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും എൻ്റെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സൊക്കെ ഈ പൊതിച്ചോറ് കൊണ്ടുവരുമായിരുന്നു. നമ്മുടെ ഭാഗങ്ങളിലൊന്നും ഇങ്ങനെ പൊതിച്ചോറ് ഡെയിലി കൊണ്ടുപോകുന്നൊരു സംഭവമൊന്നും ഇല്ല. നമ്മളൊക്കെ ലഞ്ച് ബോക്സിനകത്തോ ഇനി അല്ലെങ്കിൽ പേപ്പർ ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന സപ്ലൈ ചെയ്യുന്ന പേപ്പർ അങ്ങനത്തെ ഇതിനകത്തൊക്കെയാണ് നമ്മളൊക്കെ ഫുഡ് കൊണ്ടുപോകുന്നത്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പം വളരെ അധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിലേക്ക് നമ്മൾ ക്യാരറ്റ് തോരനാണ് വെച്ചിട്ടുള്ളത്. ഞാനിവിടെ സിമ്പിളായിട്ടൊരു തോരൻ, ഒരു മെഴുക്ക് പുരട്ടി, മീൻ വറുത്തത്, അച്ചാർ, മാങ്ങാ ചമ്മന്തി, ഇത്ര ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മെഴുക്ക് പുരട്ടിയായിട്ട് നമ്മുടെ കിഴങ്ങ് നല്ല രീതിയിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള മെഴുക്ക് പുരട്ടി ചേർത്ത് നല്ലപോലെ സെറ്റാക്കി വെച്ചു. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വറുത്ത മീൻ നമുക്കൊരു വാഴയിലയുടെ ചെറിയൊരു പീസിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇല നന്നായി വാട്ടിയെടുത്തിട്ടാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം പൊതിച്ചോറിൻ്റെ നല്ല ടേസ്റ്റ് തരുന്നൊരു സംഭവമാണ് മുട്ട പൊരിച്ചത്. ഇത് നമ്മൾ അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഇച്ചിരി സ്പൈസോട് കൂടിയിട്ടാണ് പൊതിച്ചോറിനകത്ത് നമ്മളിങ്ങനെയാണ് മുട്ട പൊരിച്ചിട്ട് വെച്ചിട്ടുള്ളത്. ഇനി കൂടാതെ നല്ല മാങ്ങയും തേങ്ങയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് അരച്ച നല്ല അടിപൊളി ചമ്മന്തി കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി കടുമാങ്ങ അച്ചാറും കൂടെ നമുക്ക് ഈ പൊതിച്ചോറിൻ്റെ ഒരു സൈഡിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം. മീൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ കരിമീൻ്റെയൊക്കെ പോലെ ഇരിക്കുന്ന ഡാമിലൊക്കെ വളർത്തുന്നൊരു തരം മീനാണ്. ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ സിലോപ്പിയ എന്ന് പറയുന്നൊരു മീനാണ്. ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്ക് നമ്മുടെ പൊതിച്ചോറ്, ഇതൊരു സിമ്പിൾ പൊതിച്ചോറാണ്. അത് ഒരുപാട് കറികളൊന്നുമില്ല, അത്യാവശ്യം ഈ കറി തന്നെ മതി നമുക്ക്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. പൊതിച്ചോറെല്ലാം റെഡിയാക്കി ഞാൻ രാവിലെ ഒരു 10 മണിയായപ്പോൾ തന്നെ ചോറെല്ലാം റെഡിയാക്കി കെട്ടി വെച്ച് നമ്മുടെ റൈസ് കുക്കറിനകത്ത് ഈ പൊതിഞ്ഞ വാഴയിലയോടുകൂടി ഈ ഫുഡ് ഞാൻ മൂടി വെച്ചിരുന്നു. ഇതിപ്പം ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ ആയി. ഇപ്പം നമ്മളെല്ലാവരും കൂടെ കഴിക്കാനായിട്ട് ഓപ്പൺ ചെയ്തതാണിത്. ഇപ്പോൾ തന്നെ നല്ല ഫുഡെല്ലാം കൂടെ മിക്സായി നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ 4 പേരും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ ഈ പൊതിയിൽ
4 പേർക്കുള്ള ഫുഡ് ഇതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് നല്ലൊരു സ്കൂൾ ടൈമിലെയും കോളേജ് ടൈമിലേക്ക് ഒരു മെമ്മറി തരുന്ന നല്ലൊരു സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഫുഡാണ്. നമുക്ക് വളരെ കുറച്ച് കറിയുള്ളെങ്കിലും 1-2 കറിയുള്ളെങ്കിലും നമുക്കിതുപോലെ പൊതിയായിട്ട് കെട്ടിവെച്ച് പിന്നീട് കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണത്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർ നമ്മൾ ഒഴിവ് ദിവസങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ പൊതിച്ചോറാക്കിയിട്ട് റെഡിയാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഇവിടെ കുഞ്ഞുങ്ങൾ കഴിച്ചു തുടങ്ങി. അപ്പം ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.